Hey guys, welcome back to another video. അപ്പോൾ ഇന്നാണ് ഗൈസ് ഇന്നത്തെ ദിവസം വന്നിരിക്കുകയാണ്. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വന്നിരിക്കുകയാണ് 19-ാം തീയതി. ഇന്ന് എനിക്ക് സ്പെയിൻ ജയിക്കുന്നതെന്ന് ആഗ്രഹമുണ്ട്, അർജന്റീന ജയിക്കുന്നത് എനിക്കറിയാമില്ല ആര് ജയിക്കുന്നത്. എന്തായാലും നോക്കാം, രണ്ടുപേരും നല്ല മികച്ച കളിക്കാരാണ്. ആര് ജയിക്കുന്നത് എനിക്കറിയാമില്ല. എന്തായാലും അതൊക്കെ പോട്ടെ. നമ്മൾ ഇന്നെന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അജ്മലിക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അത് പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പനമ്പള്ളിലേക്ക് വേണം. പനമ്പള്ളിലേക്ക് ഞാൻ നേരെ ഇറങ്ങുവാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കും എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്തൊന്നും നടക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യാണ്ട് പുറത്തിറങ്ങണം. മൂവ് വിത്ത് ദ ഫ്ലോ എന്ന രീതിക്ക് നമ്മൾ പുറത്തേക്കാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും നേരെ പോകാം പനമ്പള്ളിയിലേക്ക്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പനമ്പള്ളി നേരെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ കളക്ഷൻ ഇവിടെ പനമ്പള്ളിയിൽ. വന്യായ കളക്ഷൻസ്. മിസ്റ്ററി ബോക്സ് ആയിട്ട് പ്രാവശ്യം ഇവിടെ ഇറങ്ങണം. ഇപ്പം മന്ദൻ്റെ കാരണം എടുത്ത് മറിക്കാൻ ഫണ്ടില്ലാത്ത കാരണം മിസ്റ്ററി ബോക്സ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പഠിക്കായിരുന്നു. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഓണം വരുന്ന കാരണം ഞാൻ ഏതെങ്കിലും ബൊട്ടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ബൊട്ടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഏതെങ്കിലും ബൊട്ടിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണർ ലെറ്റർ കണ്ടന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഞാൻ റിപ്ലൈ തരാം. അപ്പം അജ്മലിക്ക ഇവിടെ ഉണ്ടായിരുന്നു. അജ്മലിക്ക അപ്പോൾ ബിരിയാണി കഴിക്കാം. എനിക്കെന്താ ബിരിയാണികൾ ഇതുപോലെ താല്പര്യം വരുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, ബിരിയാണി കഴിക്കാൻ എനിക്ക് താല്പര്യം. സ്മെല്ലടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാനങ്ങ് മടുത്ത് പോകുന്നു. അപ്പോൾ അജ്മലിക്ക് ബിരിയാണി കഴിക്കാൻ പോയി. ഇപ്പം ഞാനവിടെ ഇരുന്ന് അജ്മലിക്ക് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലുവും പറഞ്ഞത് അജ്മലിക്കട്ട് എന്താ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഞാനും എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. അപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കാമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ്. അജ്മലിക്ക ഫുഡ് കഴിച്ച് തരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ മൊത്തം പോർഷ് ടീം, മൊത്തം ബെൻസിലുണ്ട്. പോകുന്നൊരു ബെഞ്ച്, അവിടെ നിന്ന് വരുന്നൊരു ബെഞ്ച്, ബെഞ്ച്. പനമ്പള്ളി സർവീസ് പോസ്റ്റ് കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സാർ. അതാ എന്തായാലും നോക്കാം. നമുക്ക് അജ്മലിക്ക് വരട്ടെ, വന്നിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും അല്ലു വിളിച്ചിട്ട് നല്ല സ്റ്റേഡിയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. പക്ഷേ സ്റ്റേഡിയത്തിൽ ചില ആൾക്കാർ ഇവിടെ പട്ടിഷോ കാണിക്കുന്നുണ്ട്. പോലെ പറഞ്ഞിട്ട് എന്താണ് അർജന്റീന ചാവാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് ഉറങ്ങും. ആണല്ലേ? അല്ലെങ്കിൽ നീ ഉറങ്ങരുത്. ഇല്ല, ഇന്ന് ഞാനെല്ലാം ഉറങ്ങൂല. ഇത് നീ ഉറങ്ങേ ചെയ്യരുത്. ഇന്ന് നീ ഉറങ്ങരുത്. ആണല്ലേ? ഓക്കെ, ഇത് വീഡിയോ പ്രൂഫ് ഉണ്ടേ കേട്ടാ. അജ്മലിക്ക് ഇന്ന് ഉറങ്ങുമോ? അജ്മലിക്ക് അർജന്റീന തോക്കണാണ് ജയിക്കണാണ് നിൽക്കണത്? എന്തായാലും തോക്കും ചിലപ്പോ. ആര് തോക്കുമല്ലേ? അല്ല, തോറ്റാലും ജയിച്ചാലും അങ്ങനെ ഞാൻ പറയട്ടെ, ബാക്കി കൂടി പറയട്ടെ. തോറ്റാലും ജയിച്ചാലും ഈ കളിക്ക് അവർക്കൊരു പ്രസക്തി ഇല്ല. ഉഡായിപ്പ് കളിയാണ്, ഫുള്ള് ഉഡായിപ്പ്. അതുകൊണ്ട് ഞാൻ കളി കാണാൻ തന്നെ വരുമെന്ന് ഡൗട്ടാണ്. എന്തായാലും അവരെ കൂടെ നിന്നിട്ടാണ് ഇതാക്കുന്നത്. പിന്നെ നമ്മള് കളി കാണാൻ സ്കോർ പ്രഡിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇനിയിപ്പോ അവര് ജയിച്ചാലും തോറ്റാലും എന്റെ മനസ്സിൽ അവർ തോറ്റിക്കുന്നു. അത് ഇപ്പോഴല്ല, പണ്ടേ തോറ്റിക്കണവര്. സ്കോർ ഇപ്പൊ എങ്ങനെയാ പ്രഡിക്ട് ചെയ്യാം? അത് സ്പെയിൻ ജയിക്കണമെന്ന് എന്റെ മനസ്സിൽ നല്ല ആഗ്രഹം. എന്നാൽ സ്പെയിൻ അപ്പൊ എത്ര ഗോൾ ജയിക്കും? ഒരു 2 ഗോളിനും ജയിക്കുമെന്നാണ് എന്റെ ഒരു മനസ്സിലൊരു ഇത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും എന്നുള്ളത്. ഇനി നമുക്ക് വേറെ ആൾക്കാരൊക്കെ ചോദിക്കാം സ്കോർ പ്രഡിക്ഷൻ എന്താണെന്ന്, ആര് ജയിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. വേറെ ആൾക്കാരോട്ടെ വന്നതുകൊണ്ട് അല്ലു വന്നതുകൊണ്ട് സാവിന്റെ വണ്ടി ഇല്ല. നോക്കാം എന്തായാലും. സ്കോർ പ്രഡിക്ഷൻ 3-1. അർജന്റീന 3, സ്പെയിൻ 1. അഞ്ചോ അനക്കോ? ഞാൻ കളി കാണാറില്ല. എന്നാലും ചുമ്മാ പറ. ഞാൻ പറഞ്ഞില്ലേ കാണാറില്ല. ആര് ജയിക്കുന്നു, അർജന്റീനയോ സ്പെയിൻ? അല്ലൊന്ന് അർജന്റീന ജയിച്ചാൽ ബിരിയാണി പിടിച്ചു തരുമോ? ഇതെന്താ പുതിയ പരിപാടി? എന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ല, ഇത് കാണണം. അത് കഴിഞ്ഞിട്ട് കേട്ടാ ഉണ്ടാവണം. നമ്മളവിടെ തന്നെ ഉണ്ടാവും. നമ്മളവിടെ പോവാനാ? നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അതായത് ആദ്യമേ പനമ്പള്ളി കയറ്, അത് കഴിഞ്ഞ് സ്റ്റേഡിയം, അത് കഴിഞ്ഞ് സ്റ്റേഡിയത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ് അങ്ങോട്ട് എത്ര സ്ഥലങ്ങളാണ് മാറി വരുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്തോട്ട് ഇറക്ക്. ഒരാൾക്ക് ഒരു സ്ഥലം കൃത്യനിഷ്ഠയില്ല, അങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്താണ് വീഡിയോ എടുക്കാൻ പോകുന്നത്? അജ്മലിക്കട എന്തോ കുളിച്ചത് വീഡിയോ എടുക്കാൻ പോയത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഒരുമാതിരിപ്പെട്ട ഈ റീസെൻ്റ് ഇറങ്ങിയ എല്ലാ സിനിമയ്ക്കകത്തും കാർ ചേസിങ്ങോ അതും ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നെ കാണുമ്പോൾ പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂർ, മുംബൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇതാ സ്ഥലം എന്നുള്ളത്. ഇവിടെ ഇപ്പം ഒരുമാതിരിപ്പെട്ട, പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ട്രാഫിക്കൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നടത്താൻ പറ്റിയതാണ്. 2 സൈഡ് ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാലും 1-2 വണ്ടിയൊക്കെ വരണമെങ്കിൽ അത് ബ്ലോക്ക് ഇടാൻ പറ്റിയ ഒരു സീക്വൻസും ഉണ്ട്. ഇവിടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും റീലെടുക്കുന്നതും ആ ബൈക്കിൻ്റെ വീഡിയോ എടുക്കുന്നതും അതും ഇതൊക്കെ എടുക്കുന്നത് ഇവിടെ തന്നെ. കൊള്ളാം, നൈസ് ഏരിയ. ഒരു ഫുൾ റോഡ് എത്ര കിലോമീറ്റർ ഉണ്ടാവും ദാസ്?
ഒരു 3 കിലോമീറ്റർ പറ്റിയ റോഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുക, 2 സൈഡിലും കടകളുണ്ട്, അങ്ങനെ ഒന്നുമില്ല. സുഖമായിട്ട് ഇവിടെ വണ്ടിയിലൊക്കെ വീഡിയോ എടുക്കാൻ അതും ഇതൊക്കെ വരാൻ പറ്റും. എനിക്കൊന്നും അതായത് വണ്ടിയെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ എനിക്കൊന്നും ഇവിടെ വരുന്നത്. പക്ഷേ കൊള്ളാം കേട്ടോ, നൈസ് സ്പോട്ട്. ഇതുപോലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ വൈകുന്നേരം വന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചില്ലടിക്കാൻ പറ്റും, നല്ല സ്ഥലമായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയൊന്നുമില്ല. കൊള്ളാം, നല്ല ഏരിയ. ഇവിടെ എനിക്കൊരു സ്ക്രീനിങ് ഉണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരം. ഉണ്ട്, അതാണ് ആ കാണുന്നത്. ഇവിടെ സ്ക്രീനിങ് ഉണ്ട് വൈകുന്നേരം. നമ്മൾ പോകാൻ പോകുന്ന ഐ തിങ്ക് ലുലുവിലായിരിക്കും. ലുലുവിൽ പോകാനാണ് ചാൻസ്, നല്ല ചാൻസ് ഉണ്ട്. ദാസ് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ പറ, വോയിസ് പറഞ്ഞാൽ മതി. ദാസ് സ്കോർ പ്രഡിക്ഷൻ പറയുന്നില്ല. ഓക്കെ, നമുക്ക് മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് തളർന്ന് ഒരു ചായ കുടിക്കുമ്പോൾ സെറ്റാവും. ഞാൻ അഭിനയിക്കാൻ നോക്കിയാണ്, പക്ഷെ എൻ്റെ ഓട്ടം കെട്ടിട്ട്. ഹലോ, എൻ്റെ അഭിനയം കണ്ടിട്ട് നിന്റെ അഭിനയം ഏതോ മറ്റേ അവിഹിതം കാണാൻ ഓടുന്ന പോലെയാണ്, കാണാനായിട്ട് ഓടുന്നത്. വേറെന്നില്ല. സോ ഇനിയും ഏതാനും നിമിഷങ്ങൾ കാത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേൾഡ് കപ്പ് ഇനി എവിടെ പോകുന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എവിടെയൊക്കെ പോകണം. എന്തായാലും ഇന്ന് അജ്മലിഖാനെ ഉറക്കണ ദിവസമായിരുന്നു. അജ്മലിഖാനെ ഉറക്കണ ദിവസം. നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും. സ്റ്റേഡിയത്തിൽ പോയിട്ട് വേണം നമുക്ക് കളി കാണാനൊക്കെ പോകാനായിട്ട്. നമ്മൾ തിരിച്ച് ഇവിടുന്ന് പോയി അവിടെ നിന്ന് നമ്മുടെ ലൂപ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ ലൂപ്പിൽ എന്ത് തിരക്കുന്നു, ഒടുക്കത്തിരക്ക്, നിറച്ച ആൾക്കാർ, നിറച്ച വണ്ടി. അപ്പുറത്ത് കോട്ടൺ ഫാബ്, അപ്പുറത്ത് ഫ്ലീ മാർക്കറ്റ്, ഇത് രണ്ടും നടക്കുന്നുണ്ട്. കോട്ടൺ ഫാബിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കയറി റേറ്റ് കണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോകുന്നത്. ക്യൂട്ട്നെസ് വരിയും ലിൻ്റെ അല്ല പെണ്ണ്. കുറച്ചുകൂടെ ഒരു കണ്ണൂർ കോക്ടെയിൽ മേടിച്ചു തരുമോ? മേടിച്ചു തരുമോ? അയ്യോ, ഇന്ന് അർജന്റീന ജയിക്കോ സ്പെയിൻ ജയിക്കോ? എന്തിനാണ് വെറുതെ ചോദിക്കാൻ പോണത്? ഒരാവശ്യം. ഓ രോദന. ഓക്കെ, നമ്മള് മുറിച്ച് വരട്ടെ. നല്ല മഴയായിരിക്കും കേട്ടോ, നല്ല മഴയായിരിക്കും. കണ്ണീരല്ലേ ഫാൻസിന്റെ കണ്ണീർ. വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉണ്ട്. റെഡ് അലേർട്ട്, കേരളം മൊത്തം റെഡ് അലേർട്ട്. നല്ല കരച്ചിലായിരിക്കും. മുർഷിനെ വേണം കാണാം. മുർഷി എന്തോ കാര്യത്തിൽ താടിയൊക്കെ എടുത്തത്, അതൊക്കെ എന്തിനൊക്കെ ചോദിക്കണം. ഇന്ന് റിവഞ്ച് അടിക്കാനുള്ള. എടാ എനിക്കൊന്നും അത് കാരണം അജ്മൽ നേരത്തെ താടി പഠിച്ച് ജോയല് ഇടയ്ക്ക് എന്തോ ഡൽഹിയിൽ നിന്ന് വന്ന ആളെന്താ തലസ്ഥാനത്ത് പിടിപാടുള്ള ആരുണ്ടായിരുന്നില്ല. അതെങ്ങനെ നിനക്കറിയാം? കണ്ണുള്ളവർക്ക് കാണാടോ. ഇന്ന കണ്ണീര് കുറെ വരും കേട്ടോ. പണ്ടേ പ്രഖ്യാപിച്ച് കഴിഞ്ഞിക്കണ് എന്ത് അർജന്റീന തോറ്റിക്കുന്നത്. ഞാനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ആക്ച്വലി അർജന്റീന തോറ്റു. എന്താണല്ലോ എന്റെ അഭിപ്രായം? അർജന്റീന തോക്കണതിനെ പറ്റി എന്റെ അഭിപ്രായം, തോറ്റിക്കണില്ലേ? ഓൾറെഡി തോറ്റിക്കണ് അല്ലേ? ഇല്ലല്ലോ, ഇല്ല. യെസ് ഓർ നോ? എന്താ വായ പഴം പൊഴിയോ? അർജന്റീന പണ്ടേ തോറ്റില്ല പറ. യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ അന്റെ മനസ്സിൽ തോന്നുന്ന പറ. അല്ല മനസ്സിൽ തോന്നുന്ന പറ. അല്ലോ കാണാറില്ല. നിന്റെ മനസ്സിൽ തോന്നുന്ന പറ. മതി നിന്റെ കൂടെ. എടാ ഇന്ന് അജ്മൽ കണ്ണീരൊഴുക്കും. പിന്നെ എന്റെ അറിയില്ല എന്താ അർജന്റീന മുന്നേ തോറ്റിട്ടില്ലേ? അതെന്ത് കമ്മിറ്റിക്കാര് ഓൾറെഡി തോറ്റിട്ടില്ലേ? നമ്മളെ വിജയം അംഗീകരിക്കുന്നില്ലല്ലോ. നമ്മ കളിച്ചു തോറ്റ്. തോക്കൂലല്ലോ. പറഞ്ഞ നേരാ, ഇന്ന് കൊറേ കണ്ണീരാണ്ട് കളിച്ച് തോറ്റു. അതന്നെ, കളിക്കാൻ അറിയാത്തോണ്ട് തോറ്റു. അതെ, കളിക്കാൻ അറിയുന്നവര് ജയിക്കും. ടീം അർജന്റീന. എത്ര സ്കോർ പ്രഡിക്ഷൻ? 3-1 അർജന്റീന വിൻ. ഓക്കേ, മായ അന്റെ സ്കോർ പ്രഡിക്ഷൻ? അർജന്റീന സ്പെയിൻ ഏതാ നിന്റെ രണ്ട് ടീം? ആരാ എന്റെ ടീം? ഏതാ? നെയ്മറിനാണോ? ഓക്കെ. അന്റെ പറ, ചുമ്മാ പറ. ബാജി 2-2 പെനാൽറ്റിയാ? അന്റെ ടീം ഏതാ? അർജന്റീന. കൊള്ളാ. അർജന്റീന ജയിച്ച പെനാൽറ്റി. അല്ല കുട്ടി ഏതാ? കുട്ടി ഏതാ? എടാ അല്ല, നമുക്ക് ഇഡ്ലി കഫേ എത്തിയില്ലേ? കുട്ടി ഏതാ? ഞാൻ അർജന്റീനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയാണ്, സ്പെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനാണ്. അപ്പൊ ബ്രസീലാണോ ചോദിച്ചാലോ? ബ്രസീലാണെന്ന് വെച്ചില്ല. ഈ ഫൈനൽ രണ്ടുപേരല്ലേ? കഴിഞ്ഞ ആഴ്ച അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ല, ഇപ്പൊ ഫൈനൽ രണ്ടുപേരല്ലേ ഉള്ളു. ഫൈനൽ രണ്ടുപേരും. അപ്പൊ സെമിയിലെ 4 പേരിൽ എന്താ? അപ്പൊ 4 ടീമിനെ പറഞ്ഞില്ലേ? ഇപ്പൊ ജയിക്കാനല്ലേ അവരോട്. അതല്ല, ഞാൻ അങ്ങനെ അത്ര വലിയ ഫാനൊന്നും ഇല്ല. എല്ലാരും എനിക്കും ഇഷ്ടമാണ് കാണാൻ. ഇങ്ങനെ ഫൈനലൊക്കെ കാണാൻ എല്ലാവരും വൈബിടിച്ചെന്ന് കാണാൻ ഇഷ്ടം. അത്ര വലിയ കളിക്കുന്നുണ്ട്.
എത്ര ആള് കളിക്കുന്നുണ്ട് പറ. അതിലെ ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്ന പറഞ്ഞത് പറ, 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 പറ. എനിക്ക് അറിയാൻ പറ്റുന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, എത്ര പ്ലെയർ ഒരു ടീം കളിക്കുന്നുണ്ട് അറിയാൻ വേണ്ട, സീരിയസ് അറിയാൻ പറ്റില്ല. എനിക്ക് അറിയാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന പറയും. ഇന്ന് എന്നെ കൊണ്ട് എണ്ണിപ്പിക്കും ഞാൻ. ആ. ഓരോ പ്ലെയർ വെച്ച് എണ്ണിക്കും. കണ്ടോ? സീരിയസ്ലി ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഫുട്ബോളിനെ പറ്റി അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ വൈബ് അടിച്ച് എല്ലാം കൂടെ കൊടുത്തിട്ട് കാണാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഹ്യൂജ് ഫാൻസ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീലും കാര്യങ്ങളൊക്കെ ഇടുന്നത് വെച്ചാൽ ചുമ്മാ ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് ഞാൻ ഇടുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇങ്ങനെ ആ രീതിക്ക് കണ്ടാൽ മതി, അല്ലാണ്ട് വലിയ ഹ്യൂജ് സ്കോർ ഫാനൊന്നുമില്ല. നമ്മൾ കളി തുടങ്ങുന്ന മുമ്പായിട്ട് എല്ലാവർക്കും ഒന്ന് ഫുഡ് കഴിക്കാൻ വയറിറക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നത്. ഓ മുട്ട ഞാൻ കൊണ്ടുപോകില്ലേ എൻ്റെ പൊന്നോ. ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു പോയാ ചിക്കൻ ഫ്രൈ. എടാ ചിക്കൻ ഫ്രൈ ഇവിടെ, ചിക്കൻ ഫ്രൈ ഇവിടെ. ഹലോ, ചിക്കൻ ഫ്രൈഡ് കഴിച്ചിട്ട് വരാം. എവിടെ പോവാ? നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും പരിപാടി ലേറ്റ് ആയി പോയതുകൊണ്ട് ഇവ മുർഷി അവന്മാരൊക്കെ ലുലുവിൽ പോയി നോക്കാം. ലുലുവിൽ കയറുന്നില്ല, അവിടെ ഒട്ടുക്കത്തെ ആള്. ഈ മുർഷി ലുലുവിലോട്ട് പോയി, അവിടെ ആളെ കയറുന്നില്ല, അവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇത്ര ലേറ്റ് ആയി പോയി. അപ്പോൾ ദാസൻ എവിടെയോ എന്ത് സെറ്റ് ചെയ്ത് എവിടെയോ പരിപാടി സെറ്റ് ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. അയ്യോ അയ്യോ അയ്യോ, ലുലുവിൽ ഇപ്പോൾ എടുക്കാനുള്ള വൈബ് പോയല്ലേ ഈശ്വരാ. ഷേ സീനായി പോയി. കുഴപ്പമില്ല, ലുലുവിൽ പോയാൽ നേരത്തെ പോയാൽ മതി, അല്ല ലുലുവിൽ പോയി ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. നമ്മളത്രയും ഇത് എൻട്രി ക്ലോസ് ചെയ്തൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നില്ല. പക്ഷേ ആ ഒരു വൈബ് കിട്ടിയില്ല. ഓട്ടെ, സാരമില്ല, ഉള്ളതുകൊണ്ട് വൈബാക്കാം. ആശിര് വണ്ടിയുടെ പെട്രോളും തീർന്ന്. ഓ എന്തൊരവസ്ഥയാണ്, എന്തോ എന്ത് വിധിയാണത്. എനിക്ക് ഭ്രാന്ത് പിടിക്കൊണ്ട് മൊത്തത്തിൽ. അവിടെ കയറാൻ പറ്റുന്ന കയറാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. അവിടെ കയറ്റുന്നില്ലെന്നാ പറഞ്ഞ. അജ്മൽ അവിടെ ഉണ്ട്, കൂട്ടുകാരനാണെന്നും പറഞ്ഞ് കയറാന്നുള്ള പരിപാടിയാണ്. അതാണ് നമ്മൾ ലുലുവിലൊക്കെ കയറാൻ ഒരു രക്ഷയില്ല. ഗേറ്റ് ഫുള്ള് അവർ ക്ലോസ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല, മൊത്തത്തിൽ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു പണി നടക്കത്തില്ല. സോ നമ്മളെന്ത് ചെയ്ത് ഇപ്പോൾ നമ്മൾ വന്നിടത്ത് അപ്പം നമ്മളവിടെ ദാസേട്ടൻ പറഞ്ഞിടത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ച്. പക്ഷെ ആരായതും വൈബ്, പക്ഷെ നമുക്ക് യോഗയില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് മഴയും പെയ്യണം. ഓക്കെ ശരി എന്നാ. എന്ത് വിധിയാന്ന് ആലോചിക്കണേ. തിരിച്ച് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ലോഗിൻ ആവുന്നില്ല, മൊത്തത്തിൽ സെർവർ ബിസിയാണെന്ന് തോന്നുന്നു. എന്ത് അവസ്ഥയാണ്. കളി കാണാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് ഒരുമാതിരി എനിക്ക് കളി കാണാനെ കൊണ്ട് ആ ഒരു വൈബില്ല. ആ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അത് ഒന്നും നടക്കുന്നില്ല. ഞാൻ തന്നെ ലുലുവിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേ എന്താ അവസ്ഥയാണ് എന്തോ. ഇനിയോ പറ്റില്ലെങ്കിൽ ദാസേട്ടനപ്പുറത്ത് ഒരു പുതിയൊരു കഫേ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു സ്ക്രീനിങ് കൊണ്ടുവരുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഏറ്റവും ലാസ്റ്റ് പരിപാടി അതേ നടക്കത്തുള്ളൂ. ജോയിൽ എന്നെ അവിടെ ആക്കിയിട്ട് ജോയിൽ ഓക്കെ ഹാഷിർ പോവുകയാണ്. അപ്പോൾ ഹാഷിർ നീ ഏത് ടീമാണ്? ഹാഷിർ ബ്രസീലാണ്. നെയ്മർ ആണ്. കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? സ്പെയിൻ ജയിക്കണമെന്നേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും. കമ്മിറ്റിക്കാരുടെ പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. അവർ ഓൾറെഡി നമ്മൾ അവരുടെ കപ്പിന് നമ്മൾ വില കൽപ്പിക്കുന്നില്ല. പോയിട്ട് നീ വരുമല്ലേ? മെസ്സി പക്ഷെ നല്ലതായിട്ട് കളിക്കുമായിരിക്കും. പോയിട്ട് വരുമല്ലേ? ഫൗളിന്റെ ഉസ്താദുകളാണല്ലോ അവരൊക്കെ. അല്ലല്ല പോയിട്ട് വരുമല്ലേ? പോയിട്ട് വരുമായിരിക്കും. പറഞ്ഞേ കളി കഴിഞ്ഞിട്ട് നീ പറഞ്ഞേ. നടുവൊക്കെ ഒന്ന് തടവട്ട് പോയിട്ട്. ഓക്കെ കളി കഴിഞ്ഞിട്ട് നീ പറഞ്ഞേ. വരണേ, ഇല്ല ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ജോയിലിനെ കിട്ടുമെന്ന് എനിക്കറിയാമല്ലോ, അവനെ കിട്ടൂല. എന്നാലും ബാക്കി അജ്മലും മുർഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരുടെ റിയാക്ഷനൊക്കെ നോക്കാം. നമുക്കിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടെ ഒരാൾ അർജന്റീന കട്ട ഫാനായിട്ട് മുഖത്തൊക്കെ വരച്ച ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഇവിടുത്തെ സ്പേസ് തന്നെ ഇരിക്കാമെന്ന് ചോദിച്ച് നമ്മൾ അവസാനത്തെ സജഷൻ നിതിൻ്റെയൊക്കെ ചോദിച്ചപ്പോൾ നിതിനാ പറഞ്ഞത്, എടാ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് അവൻ പറഞ്ഞ് നമ്മുടെ ആൾക്കാരുള്ള സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ എന്ന് തോന്നി. അപ്പം അങ്ങനെ ഇരിക്കുക, പോയി നോക്കാം എന്താവുന്നുള്ളത്. ജയിക്കോ? എടാ പാറു ജയിക്കോ? ജയിച്ചില്ലെങ്കിലോ? സാവേ ജയിക്കോടാ? ജയിക്കോ? ഞങ്ങൾക്ക് കളിക്കാനുള്ള ടൈം ആയിട്ടില്ല. ആണോ? ഓക്കെ 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 ഓക്കെ. എടാ ഇയ്യ കോഴിക്കോടാ? എടാ കോഴിക്കോട് കോഴിക്കോട്. ആര് ജയിച്ചാൽ എന്താ തോറ്റാലും എന്താ തോറ്റിരുത്തം കേട്ടിട്ടില്ല. അമ്മേ അയ്യോ എന്താവും 12ാം മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് പങ്ക് കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഗോൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കും വരാം. അലമ്പല്ലേ അമരലമ്പ് പുള്ളലമ്പ്
അലമ്പാക്കര ഇവിടെ ഫുള്ള് ഒരു കാര്യമില്ലാത്ത ടീമിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഒരാവശ്യമില്ലേ ഫൗളിന്റെ അങ്ങനത്തെ ഫൗള് ഫുള്ള് ഫൗള് സ്പെയിൻ തോക്കുന്നപ്പോഴത്തേക്കും കാണിക്കുന്ന കാട്ടായതൊക്കെ ഫസ്റ്റ് ഇറക്കലില്ല. തോക്കൊന്നുള്ള പേടി ആജി 26 മിനിറ്റ് കിടക്കുമ്പോ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാൻ പറ്റാത്ത സ്പെയിൻ ഭയങ്കര ഉടായിപ്പല്ലേ? Robbie Williams feed uninitiated a supporter of a small quick That was too close, you know. pushed on by Gonzalez, hoofed away by Kibasi. കൈ പിടിച്ച് സെറ്റാക്കിയാണ്. So you're not ideal for Scaloni. We saw France suffer, didn't we, with William Saliba going off. അല്ല എല്ലാ കളിയിലും പോലെ നേരത്തെ തുടങ്ങി ഹാഫ് ടൈം ആകുമ്പോൾ ഇവരെ കളക്കും അവസാനം കടഞ്ഞോളും ഒന്നും മിണ്ടാണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. Otamendi though got loads of experience. Laporte was glittered on occasion. എന്തായാലും നമ്മള് റെസ്റ്റ് ആണ് ആൾക്കാരെ മനസ്സിലാക്കും ഇതാണ് ഞങ്ങളുടെ കളി. Overly exercised by what we have seen so far. Very tactical, very neutrally wary as well it might be. Between two coaches, mutually respectful of each other's sides. ഞാൻ പറഞ്ഞില്ലേ കളി തുടങ്ങിയിട്ടില്ല. They reach the break. It remains Spain 0. അവിടെ തോറ്റാൽ അവസാനം ചോദിക്കുക തോൽവിയോ? ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ കളിക്കാറില്ല. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഹാഫ് കളിക്കരാ അതല്ലേ തോറ്റ ഇവിടെ ചില ആൾക്കാർ അവസാനം ചിലരിക്കുന്നത് ഇപ്പൊ മിക്കവാറും സ്പെയിനൊരു ഗോൾ അടിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. യമാൽ അടിക്കാൻ One of ചാൻസ് those three, Pina, Lamal, Oyarzabal. ഗോളിനുള്ള ചാൻസ് ആണ് കാണുന്നത്. Into the waiting arms of the Argentine goalkeeper. It's the best chance of the match by some distance. This one, lovely wing play. Torres gets it up behind it. Stop the direction. രണ്ടെണ്ണമൊക്കെ കൊണ്ടുപോകുന്നത്. Holds on Pau Kubasi to score the first goal. ജസ്റ്റ് ഒരു പൊട്ടിക്ക് ഒരു മിന്നായം പോലെ മിസ്സായി പോയി. Martinez saw to it that he didn't. എന്താ വെറുതെ ഇരുത്തി അവനെ ഉറക്കും അവന്റെ വെറുതെ ഇരുത്തി അവനെ ഉറക്കും ടയേർഡാക്കും ലാസ്റ്റ് ഗോൾ ചെയ്യും. അതാണ് ഞങ്ങളുടെ പുതിയ സ്ട്രാറ്റജി. അവന്റെ പരിസരത്ത് ആരും പോകില്ല ഗോളിയുടെ പരിസരത്ത് തരുന്നത്. അപ്പുറത്തെ സ്പെയിനിന്റെ ഗോൾ പരിസരത്ത് ആരും പോകില്ല. എല്ലാ അർജന്റീന ഗോൾ പോസ്റ്റിനെ അവിടെ നിൽക്കുക. Pedri. അവിടെ ഒരു മനുഷ്യൻ ഒരു കുറെ നേരം അകട്ടത് ആരും പോകില്ല. എന്താ അവസ്ഥ? Watching. One moment, one kick of the ball. Overseen by those who went before them. As the കരഞ്ഞ ഇതൊക്കെ ചത്ത. He's just kept them in this World Cup final. ഇതുപോലെ ടെൻഷൻ അടിച്ചൊരു ലാസ്റ്റ് മിനിറ്റ് അമ്മോ was the last moment of the match so far. And we head, as 4 years ago, to extra time in the World Cup final. It remains Spain. Not sure what he's given here. Can't be that. And Messi can play ahead. കൊണ്ടുപോകുന്നു. Oh, the spirit of this Argentina team. പറ്റവരെ വന്ന് അങ്ങോട്ടേക്ക് ബോൾ വരുമ്പോ പറ്റവരെങ്കിലും വന്നു. അതെങ്കിലും വേവും പറ്റവരെങ്കിലും വന്നില്ല. അല്ലാണ്ട് എന്ത് പണ്ടാണ് At last! At long last! Spain's magic moment! നിമിഷം കൊണ്ട് കലോടച്ചില്ലേ? And then അവസാന നിമിഷം കൊണ്ട് കലോടച്ച്. into this second half of extra time. It finally arrives. പോട്ടെ ഒരു തോറ്റെന്ന് പറയാം. ഒന്നും പറയാനില്ല. കരഞ്ഞില്ല. A team so perfectly complete. കോഴിക്കോട് ചോദിച്ചില്ലേ? കോഴിക്കോട് ചോദിച്ചു. Luis de la Fuente in all of his fatherly wisdom. മുർഷി എന്താ വെച്ചാ മോനെ? കരയല്ലേ?
മുർഷിക്ക് ഭയങ്കര വിഷമായി. മുർഷി കരയെന്ന് തോന്നുന്നു. മുർഷി ഒന്നും സൗണ്ടൊന്നും മുർഷിക്ക് പുറത്തേക്കൊന്നും വരുന്നില്ല. മുർഷി കരച്ചിലാന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ കളി ലിറ്ററലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന തേങ്ങയും കളിച്ചില്ല. അറ്റംപ്റ്റ് പോലും നടത്തില്ല. അപ്പോൾ കുറച്ച് അറ്റംപ്റ്റ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കളിച്ചു. എഫർട്ടിന്റെ മാക്സിമം എഫർട്ട് കളിച്ചുകൊണ്ടാണ് അവർ അത്ര ഇതായിട്ട് കളിച്ചത്. ഇപ്പൊ അർജന്റീന ജയിച്ചിരിക്കാൻ അവർ ലെഗ് കൊണ്ട് ജയിച്ചെന്ന് പറഞ്ഞേനെ. കരയണ്ട പറഞ്ഞു കരയണ്ട പൊരുത്തി വെച്ചാൽ പോട്ടെന്ന് വെക്കണം. അത്രേ ഉള്ളൂ. എന്നാലും ഓക്കെയാണ്. ബട്ട് വാട്ട് എ ഗെയിം സ്പെയിൻ വെൽ പ്ലേഡ്. അതിനോട് പൊരുതി നിന്നു. 0-0 ഇത്രയും മിനിറ്റ് കൊണ്ടുപോകാൻ പറ്റി. പോട്ടെ പൊരുത്തി വെച്ചാൽ പോട്ടെന്ന് വെക്കും. അത്രേ ഉള്ളൂ. ചൂടാവുന്നത് അതാ മുർഷിന്റെ ഡയലോഗ്. ഞാൻ പറഞ്ഞു മുർഷി ഇത് പറയൂന്ന്. മുർഷിക്കട് ഡയലോഗില്ല. തോറ്റാണ് മുർഷി. എടാ ഫൈനലില് തോറ്റതാ. നീ എന്താ പറഞ്ഞ മൊട്ടടിക്കൂന്നല്ല പറഞ്ഞിരുന്നേ. എടാ കളിച്ചാർത്തിക്കുവാക്കിയിരുന്നല്ലോ. അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണ. അയ്യോ എന്തല്ലോ കേക്കണല്ല. ഇങ്ങോട്ട് വാ കുറിച്ച് ചേർത്തിക്കോ. ഹലോ എടാ ചേർത്തിക്കോടാ. മുണ്ടുന്നില്ല മുർഷി ഒന്നും മുണ്ടുന്നില്ല. മുർഷിന്റെ അണ്ണാ കടഞ്ഞു ഗായ്സ്. ഹലോ ഇനി വേറെ കൂടെ ഉണ്ട്. അജ്മലേ അനക്ക് സന്തോഷായില്ലേ? പിന്നെ ഡബിള് സന്തോഷായില്ലേ? അനക്കും സമാധാനത്തിൽ ഉറങ്ങാലേ? ഇനി എന്ത് സമാധാനം. മുർഷിന്റെ സമാധാനം പോയില്ലേ? മുർഷിന്റെ സമാധാനം പോയല്ലേ? ബൈ. അപ്പൊ കാശ് ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞൊരു വേൾഡ് കപ്പ് റിലേറ്റഡ് വീഡിയോ ആയിരുന്നു. ചുമ്മാ അങ്ങനെയൊന്നുമില്ല, ഞാൻ എടുക്കുമെന്ന് തോന്നി അങ്ങനെ എടുത്തു വന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ ജയിച്ചിരിക്കുന്നത് മുർഷിയല്ല, ജോയലാണ് പറഞ്ഞ് കറക്റ്റ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം. ഇനി അടുത്ത വേൾഡ് കപ്പിന് ഇതുപോലത്തെ വീഡിയോ കാണാം.